നമസ്കാരം ഗായ്സ്, ഞങ്ങൾ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങ് പോകാൻ പോണത് നമ്മുടെ തൃപ്രയാർ അമ്പലത്തിലാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ പണി പാളി ഗൈസ്, കാറ് സ്റ്റാർട്ട് ആവണില്ല. അതല്ലെങ്കിൽ അങ്ങനെ വരും, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങള് 2 വീലർ എടുത്ത് ലാസ്റ്റ് ഇറങ്ങേണ്ടി വന്നു. പിന്നെ രാവിലെ ആയതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല, പിന്നെ ഇന്നത്തെ ദിവസം മഴയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ മോർണിംഗ് വൈബൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടു. അപ്പോൾ പോണ വഴി ഞങ്ങൾ അമ്പലത്തിലെ കാര്യങ്ങളും അമ്പലത്തിലേക്കുള്ള വഴികളിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഗൈസ്. പിന്നെ NH-ന്റെ പണി നടക്കണോണ്ട് തന്നെ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. നല്ല രീതി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ മഴ പെയ്താക്കണോണ്ട് അവിടെ വലിയ സീൻ ഉണ്ടായില്ല. ലാസ്റ്റ് എനിക്ക് ഒട്ടും പൊടി സഹിക്കാൻ വയ്യാണ്ടായിട്ട് എനിക്കൊരു മാസ്ക് വാങ്ങിച്ചു തരാൻ പറഞ്ഞു ഗൈസ്. കാരണം അല്ലെങ്കിൽ എനിക്ക് തൊണ്ടവേദന എടുക്കും. അങ്ങനെ മാസ്ക് വാങ്ങിച്ച് ഒരു കട തുറന്നിട്ടുണ്ടായി. അങ്ങനെ മാസ്ക് വാങ്ങിച്ച് വെച്ച് ഞങ്ങൾ തൃപ്രയാർ എത്തി ഗൈസ്. 2 വീലറിനായതുകൊണ്ട് തന്നെ വേഗം എത്താൻ പറ്റി. കാരണം ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കൊക്കെ കിട്ടിയാണേ. പിന്നെ ഇന്ന് അധികം തിരക്കുണ്ടായാലും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ തൃപ്രയാർ എത്തി. പിന്നെ ഞങ്ങൾ നൈസായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് നടക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളങ്ങനെ എൻട്രൻസിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് അമ്പലത്തിൻ്റെ വ്യൂ കാണാനായിട്ട്. കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. അമ്പലത്തിലേക്ക് കയറി ഫ്രണ്ടിൽ കൂടെ എല്ലാ ഗായ്സ് ഇവിടെ കയറുന്നത്. തൃപ്രയാർ അങ്ങനെ ചുറ്റിയിട്ട് പോയിട്ടാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. അധികം തിരക്കൊന്നും ഉണ്ടായില്ല. അമ്പലത്തിൽ കയറി. പിന്നെ കുറച്ച് പേരൊക്കെ അമ്പലത്തിൽ കയറുമ്പോൾ ഇങ്ങനെ ഇരിക്കണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന്. അപ്പോൾ അമ്പലത്തിനുള്ളിൽ നല്ല തണവായിരിക്കുമല്ലോ, അങ്ങനെ ഇരുന്നാണ്. മെയിൻ കാര്യം ഇവിടെ വന്നാൽ ചെയ്യണത്, ഞങ്ങൾ മീനി ഫുഡ് കൊടുക്കും. അത് നല്ല രസമല്ലേ ഗൈസ്, മീന് ഫുഡ് കൊടുക്കാനായിട്ട്. 20 രൂപയാണെന്നുള്ളൂ, പക്ഷെ മീന് ഫുഡ് കൊടുക്കാനായിട്ട് ഇച്ചിരി ഫുഡും കിട്ടും. പിന്നെ ഇവിടുത്തെ മീനൊക്കെ നല്ല സൈസാണ്, കാരണം പണിയെടുക്കാണ്ട് ഫുഡ് കിട്ടുകയാണല്ലോ. അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. കണ്ട ഗൈസ്, എല്ലാത്തിനും നല്ല സൈസാണ്. ഇതിൽ കൂടെ മീൻ പിടുത്തക്കാരൊന്നും പോണില്ല എന്നാണ് ഞാൻ ആ ടൈമിൽ ചിന്തിച്ചത്. ചിലപ്പോൾ ആ മീൻ കഴിക്കൂലായിരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വേറൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഒരു വലിയ ഹനുമാൻ്റെ ഒരു വിഗ്രഹമുണ്ട്. വലുതെന്ന് വെച്ചാൽ നല്ല ഹൈറ്റാണ്. അവിടെ പോയവർക്കൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതിറങ്ങി. ഞാനീ നോക്കണത് ഫുഡ് കഴിക്കാനാണ്. പക്ഷേ പുഴയുടെ അപ്പുറം നിന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണെന്നും പറഞ്ഞ് ഇവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഗൈസ്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അമ്പലത്തിൽ ഫ്രണ്ടിലെ വ്യൂ ഒക്കെ കുറച്ചൊക്കെ എടുത്ത് ഞങ്ങൾ ലാസ്റ്റ് കടയിലെത്തി ഗൈസ്. കടലെത്തി. ഞാൻ ഓർഡർ ചെയ്ത മസാല ദോശയാണ്. എനിക്ക് കിട്ടിയത് ബട്ടർഫ്ലൈ പോലത്തെ മസാല ദോശയാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൻ ഓർഡർ ചെയ്ത് എന്തുട്ടാ പൂരി മസാലയാണ് ഓർഡർ ചെയ്ത്. പൂരി മസാലയാകുമ്പോൾ ഒരു പണിയില്ലാണ്ട് ഞാൻ കുത്തി നോക്കി. അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരുന്നു. വെറുതെ കൈയൊക്കെ പൊളിച്ച്. അങ്ങനെയായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചു, കോഫി കുടിച്ചു. കോഫി നല്ല കോഫിയായിരുന്നു. ഈ കട വന്നിട്ട് തൃപ്രയാർ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഉള്ള ഒരു കടയാണ് ഗൈസ്. ടേസ്റ്റൊക്കെ ഉണ്ട്, ഒരുവിധം ടേസ്റ്റൊക്കെ ഉണ്ട് ഫുഡിന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ഞാനാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു പ്രോ ഡ്രൈവറാണെന്ന്. പക്ഷെ അല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഗൈസ്. ഒരു കണക്കിനാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അതാണ് അങ്ങനെയൊക്കെ ഇട്ട് കാണിക്കുന്നത്. ഒരു കണക്കിന് ഞാൻ വണ്ടി ഓടിച്ച്, പിന്നെ ഫുള്ളൊന്നും ഓടിച്ചില്ല, ബാക്കി അവനാണ് ഓടിച്ചത്. ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തി. ഒരു 11:30 ആയപ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളുടെ ട്രാവലിംഗ് വ്ളോഗ് ഇവിടെ അവസാനിച്ച്. ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗാണ്. അടുത്ത കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു സൂൺ.